ഹെഡ് വാഷിന് മുമ്പ് എൻ്റെ ഇത് കാണുന്നത് ഹെഡ് വാഷിന് മുമ്പ് കുറച്ച് കൊറ്റയൊക്കെയുള്ള രീതിയിലാണുള്ളത്. ஆலோவேரா ஜெல் சலைன் நைட்டு அடிச்சுக்கணும்னா அதுக்கப்புறம் கொஞ்சம் ஊறினதுக்கப்புறம் ஆலோவேரா ஜெல் இருக்குல்ல, நீங்கள் டிரான்ஸ்பிளான்ட் பண்ண இடத்துலையும் ப்ளஸ் டோனர் ஏரியாலையும் லைட்டாக அப்ளை பண்ணிக்கலாம். അല്ലാതെ നമ്മളെ ഈ റൂട്ട് അടക്കൊന്നും എന്തായാലും മുടി പോരില്ല, അതിന്റെ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹെഡ് വാഷാണ് കേട്ടോ. ഞാനിപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ചെയ്തത്. ഇന്നേക്കിപ്പോൾ 8 ദിവസമായി. നമ്മളെ ഡേ 7 ആണ് ശരിക്ക് അവരെ കണക്കിൽ വരുന്നത്. ഡേ 7 ഹെഡ് വാഷ് വരുന്നത്. ഞാനിപ്പോൾ കോയമ്പത്തൂർക്ക് വന്നിട്ടാണുള്ളത്. ഇത്തവണ ഞാനിവിടെ ക്ലിനിക്കിൽ നിന്ന് തന്നെ ഹെഡ് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്നല്ല, എൻ്റെ അമ്മോനെ ഏതോ അരവിന്ദ് ഐ ഹോസ്പിറ്റൽ അറിയാലോ, ഈ ക്ലിനിക്കിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനും ഒപ്പം വന്നിട്ട് ഹെഡ് വാഷ് ഇവിടുത്തെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കഴിഞ്ഞ തവണ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോൾ ഷിഹാബ് എൻ്റെ കൂടെ ഉള്ള ആള് ഇവിടുന്ന് ക്ലിനിക്ക് വന്നിട്ടാണ് ചെയ്തത്. അന്ന് ഞാൻ വീട്ടിൽ നിന്നാണ് ചെയ്തത്. വീട്ടിൽ നിന്ന് നമുക്ക് നോർമലായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ക്ലിനിക്കിൽ കുറച്ചുകൂടി ആർഡറായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഏതായാലും വരുന്നുണ്ടല്ലോ, ഒന്ന് സ്ഥിതിക്ക് ഒന്നൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ക്ലിനിക്ക് എത്തി അല്ലേ. ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടിപ്പോൾ 1 വീക്കായി. നമ്മളെ ഹെഡ് വാഷ് ചെയ്യാന്നുള്ളതിൽ വന്നതാണെന്ന്. ശരിക്കും ഇപ്പോൾ ഇവിടെ ഒന്ന് വാഷ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേയ്മെന്റോ കാര്യങ്ങളോ സെപ്പറേറ്റ് വരുന്നുണ്ടോ? അതുപോലെ ബുക്കിംഗ് ചെയ്തിട്ട് വരണോ? ബുക്കിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹെഡ് വാഷിനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മൺഡേ ടു സാറ്റർഡേ അവൈലബിൾ ആയിരിക്കും. വൈകുന്നേരം 4 മണിൻ്റെ ഉള്ളിലൊക്കെ വന്നാൽ മതി. എത്ര ടൈം ആയിട്ടൊന്നും പൈസ സെപ്പറേറ്റ് ഒന്നും എടുക്കില്ല. എത്ര ടൈം എടുക്കും ശരിക്കും വാഷ്? 1 മണിക്കൂർ 1.5 മണിക്കൂർ അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ കഴിഞ്ഞ തവണ വീട്ടിൽ നിന്നാണ് ചെയ്ത്. ഓൾറെഡി എനിക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ വരേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള നിലക്ക് ഹോസ്പിറ്റലിൽ എൻ്റെ അങ്കിളിന് വേണ്ടിയിട്ടാണ്. അവർക്ക് കണ്ണിന് അരവിന്ദ് ഹോസ്പിറ്റലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തപ്പോൾ തന്നെ 2 പ്രാവശ്യം വാഷ് ചെയ്യേണ്ടി വന്നു. നമുക്ക് നമ്മളെ തലയിൽ ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ വൃത്തിക്ക് ചെയ്യാന്നുള്ളതൊക്കെ ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് വന്നതാണ്. പിന്നെ അതുപോലെ തന്നെ 2-3 ഡൗട്ട് കൂടി ഉണ്ട് എനിക്ക് ചോദിക്കാൻ. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ എൻ്റെ വീഡിയോ ഇറങ്ങിയതിനു ശേഷം വന്ന ന്യൂസാണ്. ഇപ്പോൾ നമ്മളെ ഡോണർ ഏരിയ കണ്ടിട്ട് വോയിസ് അയച്ചെന്നാണ്. അപ്പോൾ മൂപ്പരെ ഫ്രണ്ടിന്റെ ഇതേപോലെ ഡോണർ ഏരിയ തീരെ വിസിബിൾ ആവണില്ല. 0 വരെ ട്രിം ചെയ്തിട്ട് വിസിബിൾ ആവണില്ല, ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എൻ്റെത് കുറച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ നല്ലോണം അറിയുന്നില്ല, എന്നാലും കുറച്ചൊക്കെ നമുക്ക് എടുത്തത് എന്തായാലും അറിയാമല്ലോ. 4000 ഗ്രാഫ്റ്റ് നമ്മൾ ഇന്ന് എടുത്തതാണ്. അപ്പോൾ അത് അറിയണ്ടേ, പറയാതിരിക്കാൻ എന്തായാലും. എനിക്ക് ഒരു പേഷ്യന്റ് അയച്ചു ഒരു ഗ്രൂപ്പിൽ എനിക്കും അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോമൺ സെൻസോടെ ഒരു ലോജിക്കോടെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് 0 വെച്ച് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത ഭാഗത്ത് മുടി ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ 0 ട്രിം ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള സ്പേസ് അവിടെ തന്നെ കാണില്ല, അവിടെ മുടി ഇല്ലല്ലോ. അപ്പോൾ ആ ഭാഗം എംപ്റ്റി ആയിട്ടല്ലേ കാണുന്നത്. മുടി വളർന്നു നല്ല ഒരു ലെങ്ത് ഒക്കെ വെച്ചു, എന്നിട്ടും ഗ്യാപ്പ് കാണുന്നുണ്ടെങ്കിൽ അത് ഡോണർ ഡാമേജ് ആണ്. ട്രിം ചെയ്ത ശേഷം എല്ലാവർക്കും എന്തായാലും അറിയാൻ പറ്റും. അവർക്ക് അവരുടെ ഫ്രണ്ടിന് തീരെ അറിയുന്നില്ലെങ്കിൽ ഒന്നും എടുത്തിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ അവർ പറഞ്ഞ അത്രയും ഗ്രാഫ്റ്റ്സ് എടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് ഒന്നും അറിയാൻ ചാൻസ് ഇല്ല. അവിടെ വൺസ് ആ ഭാഗത്തുനിന്ന് ഓരോ സാധനം പോയി കഴിഞ്ഞാൽ അവിടെ എംപ്റ്റി ആവില്ലേ, അത് എന്തായാലും അറിയല്ലോ. മുടി വളർന്നതിന് ശേഷം അറിയുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ അതിന് ഞാൻ ഉത്തരം പറഞ്ഞുതരാം. അത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അഥവാ ഗ്രാഫ്റ്റ് കുറച്ച് നമുക്കിപ്പോൾ 4000 ഗ്രാഫ്റ്റ് എടുത്ത് 1000 ഗ്രാഫ്റ്റ് ഒക്കെ എടുത്താൽ അങ്ങനെ വിസിബിൾ അല്ലാത്ത അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയല്ല, എന്തായാലും ആ ഗ്രാഫ്റ്റ് അവിടെ എംപ്റ്റി ആണ്. 1000 ഗ്രാഫ്റ്റ്സ് ആണെങ്കിലും ആ 1000 സ്പേസ് അവിടെ ഉണ്ടല്ലോ. അത് ഒറ്റ സ്ഥലത്തുനിന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ മുടി വളർന്നാലും അവിടെ ഒരു ഗ്യാപ്പായിട്ട് കാണും. അത് ഓവർ ഹാർവെസ്റ്റിംഗ് ആണ്. പക്ഷെ ട്രിം ചെയ്തതിന്റെ ശേഷം ആർക്കാണെങ്കിലും അവിടെ അതിന്റെ ബാക്കി മുടി വളർന്നിട്ടല്ലേ ഗ്യാപ്പ് കവർ ആവുന്നത്. അപ്പൊ ബാക്കി മുടി തീരെ 0 വെച്ചുമ്പോൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ ആ ഗ്യാപ്പ് എങ്ങനെയാണ് കവർ ആയി വരുന്നത്? നോർമൽ ഒരു കോമൺ സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് ചെയ്താലും എത്രയും വലിയ ആൾക്കാർക്ക് ചെയ്താലും ആ ഒരു സ്പേസ് അവിടെ എംപ്റ്റി ആവും. കാരണം അവിടെ മുടി ഇല്ല, അതുകൊണ്ട് എംപ്റ്റിനെസ് ആണത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ 10 രൂപ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പലരും നമ്മളെ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. ഇപ്പം പറഞ്ഞ കാര്യങ്ങളും ഈ ഒരു 10 രൂപ ബേസിലാണ്. ആൾക്കാർക്ക് ഈ ഒരു 10 രൂപയാണ് ഇപ്പം പ്രശ്നം വരുന്നത്. കുറച്ച് റേറ്റ് കൂട്ടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. 10 രൂപയുടെ പേര് വെച്ചിട്ടാണ് അനസ്തീഷ്യ ഓവർഡോസ് പറയുന്നത്, എക്യുപ്മെന്റിന്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. റിസൾട്ടിൽ ആർക്കൊന്നും പറയാനില്ല. റിസൾട്ടിൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയും. പുള്ളി ഒരു വോയിസ് നോട്ട് എനിക്ക് അയച്ചത് പറയുന്നുണ്ട് അവരുടെ റിസൾട്ട് നല്ലതാണ്, പക്ഷേ ഡോണർ ഏരിയ മോശമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞിട്ട് ഇപ്പൊ ഞാനൊരു കോമൺ പേഴ്സൺ ആണ്, ഞാനൊരു ട്രീറ്റ്മെന്റിലായിട്ട് പോകുന്ന പേഴ്സൺ ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ എനിക്ക് ഫ്രണ്ട് മാത്രം നല്ല റിസൾട്ട് കിട്ടിയാൽ മതി, ബാക്കിൽ എടുത്തത് നല്ല അറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലെന്ന് ആരെങ്കിലും ആലോചിക്കോ? ഒന്നും അറിയാൻ പാടില്ല എന്ന് നീറ്റായിരിക്കും ആലോചിക്കുള്ളൂ. അപ്പൊ അവർ തന്നെ പറയുന്ന റിസൾട്ട് നല്ലതാണ്. റിസൾട്ടിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന്റെ മാത്രമല്ല ഡോണർ ഏരിയയും അറിയാതിരിക്കുന്നതാണ് റിസൾട്ട്. അപ്പൊ വെറുതെ അവർക്ക് റിസൾട്ട് നല്ലതാണ്, പക്ഷെ 10 രൂപയ്ക്ക് ചെയ്യുന്നു, അതിന്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, എക്യുപ്മെന്റിന്റെ പ്രശ്നമാണ്, സ്വെല്ലിങ് ഓവർ അനസ്തീഷ്യ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്
അവര് പ്രൊമോട്ടേഴ്സ് ആയിട്ട് ഇങ്ങനെ അല്ല സംസാരിക്കും. അതിലൊക്കെ ഞാനിപ്പോ ഉത്തമ ഉദാഹരണം ഇപ്പൊ 2 പ്രാവശ്യം ചെയ്തു, 2 പ്രാവശ്യം എനിക്ക് സ്വെല്ലിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം നമ്മളെ പ്രോപ്പർ റെസ്റ്റ് തന്നെയാണ് അതിന് കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നല്ലോണം വെള്ളം കുടിക്കുകയും കറക്റ്റ് റെസ്റ്റ് ചെയ്ത ഒരു 3 ദിവസം റെസ്റ്റ് ചെയ്താൽ തന്നെ എനിക്ക് തോന്നി സ്വെല്ലിംഗ് ഒക്കെ പോകുന്നുണ്ടെന്നുള്ളതാണ്. അഥവാ സ്വെല്ലിങ് അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന ഒരു നോർമൽ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ്. നമ്മൾ ഏത് പൊസിഷനിലാണോ കിടക്കുന്നത് അതിനനുസരിച്ച് സ്വെല്ലിങ് ആ ഭാഗത്ത് എനിക്കറിയാം, ഞാൻ തന്നെ ചെറുതായിട്ട് ചെരിഞ്ഞ് കിടന്നപ്പോൾ എനിക്ക് ഇവിടെ ചെറിയ സ്വെല്ലിംഗ് വന്നു. അത് അവരവിടെ കിടക്കുന്ന പൊസിഷൻ അനുസരിച്ചാണ്. അല്ലാതെ അനസ്തീഷ്യ ഓവർഡോസ് എന്ന് പറഞ്ഞെങ്കിൽ അത് സ്വെല്ലിംഗ് ആയിട്ട് വരും. ഹെഡ് വാഷിന്റെ പ്രൊസീജിയർ തുടങ്ങാൻ പോകട്ടോ. ഹെഡ് വാഷിന് മുമ്പ് എൻ്റെ ഇത് കാണണമെങ്കിൽ ഹെഡ് വാഷിന് മുമ്പ് കുറച്ച് കൊറ്റയൊക്കെയുള്ള രീതിയിലാണുള്ളത്. വാഷിങ് കഴിഞ്ഞാൽ അങ്ങനെ നോക്കാം. മുന്നേ ഉള്ള വീഡിയോ കേട്ടോ ഈ രീതിയിലാണ് തലയുള്ളത്. നമ്മൾ ചെയ്ത പോലെ അല്ല, ഇവിടെ കുറച്ചുകൂടി ഇവരെ രീതിയിലായ പ്രൊസീജിയറാണ്. അപ്പോൾ അത് നമുക്ക് കണ്ടു നോക്കാം ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഹെഡ് വാഷ് ചെയ്യുന്നത്. ഹെഡ് വാഷിന്റെ പ്രൊസീജിയർ ആയിരുന്നു ശരിക്കും നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കിടക്കുന്നത് അതേപോലെ കിടന്നിട്ടാണ് കേട്ടോ ചെയ്യണത്. എനിക്ക് കാണാൻ കഴിയില്ല എന്താ ചെയ്യണമെന്നുള്ളത്, നിങ്ങൾക്ക് കാണാം. ஆலோவேரா ஜெல் சலைன் லைட்டா அடிச்சுக்கணும்னா அதுக்கப்புறம் கொஞ்சம் ஊறினதுக்கு அப்புறம் ஆலோவேரா ஜெல் இருக்குல்ல, நீங்க டிரான்ஸ்பிளான்ட் பண்ண இடத்துலயும் பிளஸ் டோனர் ஏரியாலையும் லைட்டா அப்ளை பண்ணிக்கிறணும் நல்லா ஊறுற அளவுக்கு. ஓகே, அது ஊறின அந்த ஒரு 40 மினிட்ஸ் அந்த மாதிரி அப்படியே விட்டுறணும். வைக்கணும் அப்படி இல்ல அது இந்த வெட்டை வரதுக்கா? ஆமா, நல்லா இதாகிறதுக்காண்டி. இப்ப ட்ரையா இருக்கும்ல நீங்க சாப்பிடுறது, ஆமா ஆமா, அது நல்லா ஊறினாதான் உங்களுக்கு அந்த பெயின் இல்லாம எடுக்க முடியும் அந்த கிளாட் എല്ലാം. ഓക്കേ, ശരിക്കും അലോവേര ജെല്ല് നല്ല തണുപ്പാട്ടോ. കുറെ ഒരാഴ്ചയായിട്ട് നമ്മളിങ്ങനെ തല നനക്കാന്നിട്ടേ ഇപ്പോൾ നല്ല തണുപ്പുണ്ട് അലോവേര ജെല്ല്. കഴിഞ്ഞ തവണയൊക്കെ ചെയ്തപ്പോൾ കയ്യിൽ ഇങ്ങനെ ചെറിയ ചെറിയ മുടി വന്നില്ലേ, എന്താണെന്ന് പറയാം, നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അനസ്തേഷ്യ തന്നിട്ട് അവർ ഒന്നുകൂടി ഡ്രിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രിം ചെയ്യുമ്പോൾ ആ മുടി ശരിക്കും അവിടെ ഉണ്ട് തോന്നുന്നു. ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ചു തരാം, ചെറിയ ചെറിയ മുടികൾ ഇങ്ങനെ വിലങ്ങടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒപ്പം പോരുന്നുണ്ട് കേട്ടോ. അതും ഈ ബ്ലഡ് ക്ലോട്ട്സും പോരുന്നുണ്ട്. അല്ലാതെ നമ്മളെ ഈ റൂട്ട് അടക്കൊന്നും എന്തായാലും മുടി പോരില്ല, അതിൻ്റെ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മളെ അലോവേര ജെല്ല് വെച്ച് വാഷ് ചെയ്തു. ഇപ്പോൾ ഷാമ്പു വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നമ്മളോട് അന്ന് പോയപ്പോൾ പറഞ്ഞ അതേപോലെ ഞാൻ ഇവിടെയും പ്രൊസീജിയർ ചെയ്യണേ. അലോവേര ജെല്ല് കുറേ നേരം വെച്ച് നമ്മൾ വെറ്റാക്കിയതിന് ശേഷം അത് ഫുള്ള് ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്തെടുത്ത് ഇപ്പോൾ ഷാമ്പു വെച്ച് നമ്മൾ ചെയ്യുന്ന പോലെയല്ല കേട്ടോ, കുറച്ചുകൂടി ഹാർഡായിട്ട് ചെയ്യണം വാഷിങ്. അതുകൊണ്ടാണ് കഴിഞ്ഞ എൻ്റെ ഫ്രണ്ട് ഏരിയ ചെയ്തപ്പോൾ നമുക്ക് നമ്മളെ മുടി വാഷ് ചെയ്യുമ്പോൾ ഒരു പേടിയുണ്ടല്ലോ, അതും വെച്ച മുടിയാകുമ്പോൾ അത്ര പതുക്കെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ഹാർഡായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നാലേ നമ്മൾ ബ്ലഡ് ക്ലോട്ട്സും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് റിമൂവ് ആവുള്ളൂ. കഴിഞ്ഞ തവണ ഞാൻ ചെയ്തപ്പോൾ കുറച്ച് നോർമലി ചെയ്തുകൊണ്ട് തന്നെ എന്നോട് രണ്ടാമത്തെ പ്രാവശ്യം വൈകുന്നേരം ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഓക്കെ ആയത്. നമ്മൾ എന്താ ക്ലോത്ത് യൂസ് പണിതാ, ഇത് ட்ரை பண்ணணும்? இல்லங்க, டவல் யூஸ் பண்ணிக்கலாம். டவல் யூஸ் பண்ணிக்கலாம், காட்டன் டவல் இருக்குல அது யூஸ் பண்ணிக்கலாம். அது டவல் யூஸ் பண்ணையில வச்சு எப்போ ரப் பண்ணி தேய்க்கிற மாதிரி இல்லாம நல்லா ஒத்தி ஒத்தி எடுக்கிற மாதிரி ഒത്തി എടുക്കണം. അല്ലേ, സംഭവം നമ്മൾ വരച്ച് ഇതാക്കാൻ പാടില്ല, നേരെ ഒപ്പി ഒപ്പി വലിച്ചെടുക്കുന്ന രീതിയിലുള്ള ടവൽ എടുക്കണം. ഇതാണ് അവസ്ഥ. നമ്മളെ ഹെഡ് വാഷ് കഴിഞ്ഞിട്ടുള്ള കണ്ടങ്ങള് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു, ശരിക്കും നമ്മൾ മുടി കുറ്റിയാക്കി വെട്ടിയതേ ഫീൽ ഉണ്ടാവുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല, കാണുമ്പോൾ പറയാം, കാരണം കഴിഞ്ഞൊരുക്കത്ത് വെച്ച് പറയണേ. ഹെഡ് വാഷ് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെയാണ് ഉണ്ടാവുക. ഇതാണ് വൃത്തിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടോ, ഒരു ഡോട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ പോയിട്ടാണല്ലോ കേട്ടോ. ഇതാണ് അവസ്ഥ. ഡോണർ ഏരിയ നമുക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട്, മൊത്തം ഹെഡ് വാഷ് ചെയ്യുന്നുണ്ടോ. നമ്മൾ വെച്ച ഇംപ്ലാന്റ് ഏരിയ മാത്രമല്ല ഡോണർ ഏരിയ നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് തന്നെ. അപ്പോൾ നമ്മളെ ഹെഡ് വാഷ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടോ. ശരിക്കൊരു 1/2-3 മണിക്കൂർ പരിപാടി ഉള്ളൂ. നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിഞ്ഞൂറ് ചെയ്ത പോലെ, പക്ഷെ കുറച്ചുകൂടി ഹാർഡായിട്ട് ചെയ്യണ്ടോ നല്ലോണം. ഇവർ നല്ല വൃത്തിക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുള്ള് വാഷ് ചെയ്ത് തന്ന് കണ്ടില്ലേ, വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ HNS വിടാം. ഇനി നമ്മൾ GFC അല്ലെങ്കിൽ PRP ഒക്കെ ചെയ്യാൻ വരാണ്ട്, നമുക്ക് 1 മന്ത് കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.